ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ബ്ലൗസിൻ്റെ സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലീവും കട്ട് ചെയ്യുമ്പോഴുള്ള കട്ടിങ്ങിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ് നമ്മളൊരു തുണിയിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ മടക്കി എടുക്കുന്ന പോലെ തുണിയെ മടക്കി വെച്ച ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു തുണിയുടെ ക്രോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് ലൈനിങ് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ കൈയുടെ താവുവശം, അതായത് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കുവാനുള്ള തയ്യൽ തുമ്പിന് മാത്രം ഇവിടെ ഒരു 1/2 ഇഞ്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി അല്ല നമ്മളത് ഹെമ്മിങ് ചെയ്യുന്ന കൈയുടെ താവുവശം റൗണ്ട് ഭാഗം നമ്മളിത് ഹെമ്മിങ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 1.25 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് എടുക്കുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക. അത് എത്രയാണോ നമുക്ക് സ്ലീവ് വരുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരളവ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ഒരു അതായത് 35 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെയും അതുപോലെ തന്നെ അതേ അളവിൽ വരുന്ന ചൂരിദാറിൻ്റെ സ്ലീവുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി. അതെങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗം, നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ 10-1 ഭാഗമാണ് നമ്മളിവിടെ കൈക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി 3.5 ഇഞ്ച് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് മാർക്ക് ചെയ്യണം. ആ ഒരളവ് നമുക്ക് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്ന 35 ഇഞ്ച്, അതിൻ്റെ 4-1 ഭാഗം നമുക്ക് 8.25, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 7.25 കിട്ടും. 7.25 മാർക്ക് ചെയ്യുന്നു, 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് റൗണ്ട് അളവ്, കൈയുടെ താവശമുള്ള റൗണ്ട് അളവ് 11 ഇഞ്ചാണ്. ഇപ്പോൾ നേർപകുതി 5.5 മാർക്ക് ചെയ്യുക, 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരക്കുക. ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരക്കും. ഇനി നമുക്കിവിടെ കൈയുടെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗമില്ലേ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് കാണിച്ചു തരുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഈ ഒരു ആം ഹോൾ റൗണ്ടൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ആം ഹോൾ കറക്റ്റ് ആം ഹോളിൻ്റെ ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു, അതായത് ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ നേരെ പകുതി മടക്കിയിട്ടുള്ള ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു മാർക്കിൽ നിന്നും, കൈ കഷക്കുഴിയുടെ ഭാഗത്തുള്ള ആ ഒരു മാർക്കിൽ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി, നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. അതായത് ഫ്രണ്ട് ഭാഗത്താണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ ഇതേ ചെസ്റ്റ് അളവ് വെച്ച് നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് അടുത്തതായി കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈയുടെ താവശം ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ സെൻറ്റർ ഭാഗം കറക്റ്റ് മടക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു തുണിയുടെ പീസ് ഉൾവശത്തൊക്കെ അല്പം ക്രോസ് ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ, കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച്, അതായത് നമ്മുടെ ലൈനിങ് പീസ് കൂട്ടി തയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കൈ മടക്കി തയ്ക്കാനാണെങ്കിൽ നമുക്ക് അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് 3/4 ഇഞ്ച് നിങ്ങൾ എത്ര വീതിയിലാണോ കൈയുടെ താവുവശം മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയുടെ ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ്.
ഇനി നമുക്ക് ഈ ഒരു കൈയുടെ ഭാഗം നമ്മളിവിടെ 35 ഇഞ്ച് ചെസ്റ്റ് അളവിനാണല്ലോ സ്ലീവ് കട്ട് ചെയ്തത്. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് 35 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ തന്നെയാണ് നമ്മളിവിടെ ചുരിദാറിൻ്റെ സ്ലീവും കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു 10-ലൊരു ഭാഗം തന്നെ നമ്മളിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ കൈയുടെ ഇറക്കമൊക്കെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ്, അതായത് ചെസ്റ്റ് അളവിൻ്റെ 10-ലൊരു ഭാഗം. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ അളവിൽ വ്യത്യാസം വരുന്നത്. നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-ലൊരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തത്. എന്നാൽ നമ്മളിവിടെ ചൂരിദാറിന് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-ലൊരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ 35 ചെസ്റ്റിന് നമുക്ക് 4-ലൊരു ഭാഗം 8.75, അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാൽ 8.25 മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. നമുക്ക് ഇവിടെ വരുന്ന അളവിൻ്റെ നേർപകുതി മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നു. അപ്പം നമുക്കിവിടെ ഈ ഒരു മാർക്കിങ്ങിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. തോൾ വശത്ത് കൊടുക്കുന്നത്, അതായത് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിനേക്കാൾ 1/2 ഇഞ്ച് നമുക്കിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് അളവ് കൂടുതലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആകുന്നത് എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് സംശയമുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ 6-ലൊരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. എന്നാൽ ചൂരിദാർ കട്ട് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6-ലൊരു ഭാഗത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ക് വെച്ച് നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ടൊക്കെ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മളിവിടെ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് സ്ലീവിൻ്റെ ഇവിടെ നിന്ന് 1.25 ഇഞ്ച്, അതായത് നമ്മുടെ ബ്ലൗസ് സ്ലീവിന് എത്രയാണോ നമ്മൾ ഷേപ്പിന് വേണ്ടി കൊടുത്തത് അതേ അളവ് തന്നെയാണ് നമ്മളിവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെയും എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നേർപകുതിയെ കണ്ടോ ഇതുപോലെ മടക്കി വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മളിവിടെ കൈയുടെ ഷേപ്പിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സ്ലീവും കട്ട് ചെയ്യുന്നതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.